ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയെന്ന് വെച്ചാൽ ഗ്യാസ് തീർന്നു പെട്ടെന്ന് ഇന്നലെ. അപ്പോൾ ഒക്കെ അടുപ്പിലാണ് വെച്ചത് കേട്ടോ. ചോറ്, ചാറ്, ചായ, കൂട്ടാനൊക്കെ അടുപ്പിലാണ് വെച്ചത്. രാവിലെ നേരത്തെ എണീച്ച് എല്ലാം അടുപ്പിലാണ് വെച്ചത്. അപ്പോൾ ചുടുവെള്ളം അടക്കം അടുപ്പിലാണ് ഇന്ന് വെച്ചത്. ഗ്യാസ് കഴിഞ്ഞു. ഇന്ന് വരുന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇന്ന് വന്നില്ല കേട്ടോ. വാറാമലയൊക്കെ അടിക്കുന്ന നനച്ചുകൂടി ലാസ്റ്റ് പണിയാണ്. ഇന്നൊന്നും കൂടി ഒന്ന് വെറുതെ ഒന്ന് അടിച്ചുവിടാൻ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. നനച്ചുകൂടി പണി ഇന്ന് ലാസ്റ്റ്. അപ്പോൾ അലക്കാനുണ്ട്, കുറച്ചും കൂടി ഇനി അലക്കാനുണ്ട്. അതും കൂടി ഒന്ന് കഴിഞ്ഞാൽ ഫുൾ ഫിനിഷായി. അപ്പോൾ രാവിലത്തെ വീഡിയോ ആണത്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പുറപ്പെടണത് എണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പുറപ്പെടണമല്ല, എണിച്ചിട്ടേ ഉള്ളൂ. വലയൊക്കെ ഇട്ട് കിടക്കൽ കാരണം അങ്ങനെ കൊതുകുണ്ട്, കടക്കാൻ പറ്റില്ല, അങ്ങനെ കൊതുകുണ്ട്. ഇതാണ്ടില്ലേ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി മുകളിൽ കയറി അങ്ങനെ നിൽക്കുന്നുണ്ട്. മുകളിൽ കയറി താഴെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മരത്തിൽ കയറി ഇങ്ങനെ കളിക്കുന്നുണ്ടോ. അപ്പോൾ അതൊന്ന് ചെക്കൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. മരത്തിൽ കയറി നിൽക്കണുണ്ടല്ലേ, കയറി അങ്ങനെ ഇറങ്ങാണ്. ഇറങ്ങി അങ്ങനെ കുറേ കളിക്കും പൂച്ചക്കുട്ടികൾ. ഇത് വെറ്റിലക്കൊടിയാണ് കേട്ടോ. ഇവിടുത്തെ വെറ്റിലക്കൊടിയാണ്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഇവിടെ ആക്കിയതാണ്. വെറ്റിലക്കൊടി കണ്ടില്ലേ. ഇത് എന്നിട്ട് ഈ വെറ്റില വന്നിട്ട് കർപ്പൂര വെറ്റിലയാണ് കേട്ടോ. നമ്മൾ സാധാ വെറ്റില തിന്നു വെച്ചാൽ എരിയില്ല, പക്ഷേ ഇത് കഴിച്ചു പറഞ്ഞാൽ എരിയും കേട്ടോ. കടയിൽ പോയി വാങ്ങി കഴിക്കേണ്ട വെച്ചാൽ ഇത് വലിച്ച് കഴിക്കാം. പിന്നെ ഇത് കണ്ടില്ലേ, മരം കൊത്തി നിൽക്കണ കണ്ട് വീഡിയോ എടുത്താണ് കേട്ടോ. മരം കൊത്തി കണ്ടില്ലേ, വയറിലങ്ങനെ നിൽക്കുകയാണ്. വാഴകളൊക്കെ ഉണ്ട്, നിറയെ വാഴകളുണ്ട് അവിടെ. രാവിലെ എണിച്ചുകൊണ്ടേ ചിട്ടുക്കുരുവി എന്ന് പറയുമല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പം ചിട്ടുക്കുരുവിയൊന്നും അധികം കാണാനില്ല. ചിട്ടുക്കുരുവികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നിറയെ ചെടിയും ഒക്കെ ഉള്ള കാരണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ചിട്ടുക്കുരുവിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നിറയെ കുരുവികളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒന്നും കാണാനേ ഇല്ല അല്ലേ. ആ ചിട്ടുക്കുരുവികളൊന്നും അധികം കാണാൻ സാധിക്കുന്നില്ല, ഫോൺ ടവറുകളൊക്കെ ഉള്ള കാരണം. അപ്പോൾ നാളെ വരുമോ നോമ്പ്, മറ്റന്നാൾ വരുമോ എന്നൊരു ആകാംക്ഷയിലാണ് അല്ലേ എല്ലാവരും. നോക്കാം നമുക്ക്. ഇന്ന് രാത്രി അറിയും. ഇന്ന് സൂര്യഗ്രഹണമാണ്, നാളെ വരാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത്. നോക്കാം കേരളത്തിൽ എങ്ങനെ വരണമെന്ന് നോക്കാം നമുക്ക്. മൈലാഞ്ചൊക്കെ ഇപ്പോൾ വളർന്ന് വരുന്നുള്ളൂ. പെരുന്നാളാകുമ്പോഴേക്കും വളരും എന്ന് വിചാരിക്കണം. ഒരു കയ്യിൽ മൈലാഞ്ചി ഒന്ന് ഇടുന്നത് സുന്നത്താണ്. അപ്പം വലത് കയ്യിൽ എപ്പോഴും ഈ മൈലാഞ്ചി വലിച്ച് അരച്ചിടും കേട്ടോ. ഒരു കയ്യിൽ മാത്രമേ, വേറൊരു കയ്യിൽ മാത്രം കോൺമൈലാഞ്ചി ഇടുകയുള്ളൂ. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. വലത് കയ്യിൽ സുന്നത്ത്. നമ്മൾ ദോശയൊക്കെ ചുട്ട് പെരുന്നാളിന് പിന്നെ നല്ലൊരു മണം ഉണ്ടാവും. അതിലുകൊണ്ടാണ് ഈ സുന്നത്തായ മൈലാഞ്ചി വലത് കയ്യിൽ ഇടണത്. പിന്നെന്താണ്, എല്ലാവരും നനച്ചോട് പണിയൊക്കെ കഴിഞ്ഞോ. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ വന്ന് ഊണൊക്കെ കഴിച്ചിട്ട് പോയി. എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, മോഡൽ എക്സാം. അടുത്ത മാസം പബ്ലിക് എക്സാം തുടങ്ങും. എല്ലാവരും ദുആ ചെയ്യും. +1 പ്ലസ് ടുക്കൊക്കെ പരീക്ഷയാണല്ലോ. പിന്നെന്താണ്, അങ്ങനെ ഒരേ ആകാംക്ഷയിലാണ് ഇരിക്കണത്. നമ്മൾ നാളെ വരുമോ മറ്റന്നാൾ വരുമോ എന്ന് അല്ലേ. എപ്പോഴും ഇങ്ങനെ തന്നെ, നോമ്പ് വരുമ്പോൾ ഇന്ന് വരും, നാളെ വരുമോ മറ്റന്നാൾ വരുമോ എന്ന്. ഇത് ഞങ്ങളുടെ ടിട്ടുപൂച്ചയാണ് കേട്ടോ. ഞങ്ങളുടെ ടിട്ടുപൂച്ചയാണത്. ഇതൊക്കെ മരിച്ച് 2 വർഷമായി. അപ്പോൾ അത് ഫോട്ടോ ഫ്രെയിമാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെന്താണ്, ഇത് സമയം പോണതേ അറിയണില്ല. എത്ര വേഗമാണ് സമയം പോകണമല്ലേ. സമയം ഉച്ചയ്ക്ക് 1:40 ശരി. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, നോമ്പ് വയ്ക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.